ഒരു സാധാരണ വീട്ടിലെ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ അവന് കടമ്പകൾ ഏറെയായിരിക്കും. പെണ്ണ് കാണാൻ പോകുമ്പോൾ ഓരോ ചെറുപ്പക്കാരുടെയും മനസ്സിലും 1000 സ്വപ്നങ്ങളുണ്ടാകും. എന്നാൽ ആ സ്വപ്നങ്ങൾക്കെല്ലാം വിലങ്ങുതടിയായി നിൽക്കുന്നത് ഒരുപക്ഷെ അയാളുടെ ജോലിയോ കുടുംബമഹിമയോ വീടോ ഒക്കെയായിരിക്കും. അത്തരത്തിൽ പല ചെറുപ്പക്കാരും ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് യുവാവ് പങ്കുവച്ച അനുഭവക്കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. സാധാരണ ഒരു വീട്ടിൽ നിന്നും വിവാഹം ആലോചിച്ചു ചെന്ന ആ ചെറുപ്പക്കാരന് വീടിൻ്റെ വലിപ്പത്തിൻ്റെ പേരിൽ വിവാഹം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹം തൻ്റെ കുറിപ്പിൽ പങ്കുവെക്കുന്നത്. ഒടുവിൽ അതേ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ച ഒരു മധുര പ്രതികാരം കൂടി പെൺവീട്ടുകാർക്ക് അദ്ദേഹം നൽകി. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഇവളെ ഞാൻ ആദ്യമായി പെണ്ണു കാണാൻ പോയപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. എൻ്റെ വീട്ടുകാർക്കും ആ ബന്ധം നന്നായി ഇഷ്ടമായി. അവളോട് സംസാരിച്ചപ്പോഴും എനിക്കെന്തോ ഇതാണ് എൻ്റെ ഭാവി പങ്കാളി എന്ന് തോന്നിപ്പോയി. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടായിരുന്നു അന്ന് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നത്. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. അവരുടെ വീട്ടിൽ നിന്നും 4 പേർ വരുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവർക്ക് ഭക്ഷണവും പലഹാരവുമൊക്കെ ഒരുക്കി വെച്ച് കാത്തിരുന്നു. എന്നാൽ എൻ്റെ വീട്ടിലേക്ക് എത്തിയ ആ 4 പേരുടെയും മുഖഭാവം കണ്ടതോടെ എനിക്ക് കാര്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. അവർക്ക് എൻ്റെ വീട് ഒട്ടും പിടിച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമായി. വന്നവരിൽ പിന്നെയും സംസാരിക്കുന്നത് അവളുടെ അച്ഛൻ മാത്രമാണ്. വീട്ടിലെത്തിയ ശേഷം അവർ കാര്യമായ സംഭാഷണങ്ങൾക്ക് ഒന്നും നിൽക്കാതെ വെറും ചായ മാത്രം കുടിച്ച് ഒരുക്കി വെച്ച ഭക്ഷണം ഒന്നും കഴിക്കാൻ നിൽക്കാതെ ഞങ്ങൾ ആലോചിച്ചു പറയാമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയായിരുന്നു. ആ സംഭവം എൻ്റെ വീട്ടുകാരെ ഒരുപാട് വേദനിപ്പിച്ചു. പിന്നീട് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അവളുടെ അച്ഛനെ വിളിച്ചു. എന്നാൽ പെൺകുട്ടിയുടെ അമ്മാവന്മാർക്ക് എൻ്റെ വീട് പിടിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴാണ് ഇന്ന് പല ഓടിട്ട വീടുകളും കടം വാങ്ങിയാണെങ്കിലും കോൺക്രീറ്റ് മാളികകളായി മാറാനുള്ള കാരണം എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. പിന്നീട് എൻ്റെ അമ്മ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തി വലുതാക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ പ്രവാസ ലോകത്തേക്ക് എത്തുന്നത്. അതിനുശേഷം എൻ്റെ 2 സഹോദരിമാരുടെയും അമ്മയുടെയും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ്. എൻ്റെ 5 വർഷത്തെ പ്രവാസത്തിനിടയിൽ മൂത്ത സഹോദരിയെ ഞാൻ വിവാഹം കഴിപ്പിച്ചു. അനിയത്തിയുടെ പഠനകാര്യങ്ങൾ എല്ലാം നോക്കി. അതിനിടയിൽ ഒരു പുതിയ വീട് എന്നത് എന്നെക്കൊണ്ട് ഒരിക്കലും താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ പെൺകുട്ടിയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല. ഞാൻ അത്രയും മോഹിച്ച ഒരു വിവാഹ ബന്ധമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരൊറ്റ കൈപ്രയോഗം നടത്തി. എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ ആ പെൺകുട്ടിയുടെ നമ്പർ സംഘടിപ്പിച്ചു. തുടർന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. വാട്സാപ്പിൽ അവൾക്ക് ഒരു മെസ്സേജ് ഞാൻ അയച്ചു. അപ്പോഴാണ് അവൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമുണ്ട് എന്ന കാര്യം ഞാൻ അറിയുന്നത്. പിന്നെ ഞാൻ ഒട്ടും സമയം വൈകിപ്പിച്ചിട്ടില്ല. ഏകദേശം 1 മാസത്തോളം ഞങ്ങൾ ഫോണിലൂടെ പരസ്പരം കാര്യങ്ങളെല്ലാം പങ്കുവെച്ചു. ഒടുവിൽ അവളുടെ ഒറ്റ വാശിയുടെ പുറത്താണ് ഞങ്ങളുടെ വിവാഹം ഉറപ്പിക്കുന്നത്. വിവാഹശേഷം ഞാൻ വീണ്ടും പ്രവാസ ലോകത്തിലേക്ക് കടന്നു. പിന്നീട് ഒരു നല്ല വീട് വെക്കുക എന്നതായിരുന്നു എൻ്റെ വാശി. ഒടുവിൽ 2 വർഷങ്ങൾക്കിപ്പുറം ഞാൻ ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്തു. അവരുടെ 2 അമ്മാവന്മാരെക്കാളും വലിയ ഒരു വീട് തന്നെ ഞാൻ പണിതു. എന്നെ അന്ന് വേണ്ടാന്ന് വെച്ചവർക്കുള്ള ഒരു മധുര പ്രതികാരം. ഇന്ന് എൻ്റെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും എൻ്റെ കൂടെ നിൽക്കാൻ അവളുണ്ട്. ഒരിക്കലും ഒരു വീടിൻ്റെ വലിപ്പമല്ല, മറിച്ച് ആ വീട്ടിൽ ജീവിക്കുന്നവരുടെ ഹൃദയ വിശാലതയാണ് ഒരു ബന്ധത്തെ മനോഹരമാക്കുന്നത്. ഒരു വീടിൻ്റെ വലിപ്പം നോക്കി ആ വീട്ടിലെ വ്യക്തിയുടെ സ്നേഹത്തെയും കഴിവിനെയും അളക്കരുത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയാണ് യുവാവ് തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഒരു പക്ഷേ ഈ വീഡിയോ കണ്ട പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുമെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.